പാനൂരെ സ്ഫോടനം നടന്ന ഘട്ടത്തിൽ തന്നെ വളരെ കൃത്യമായും ഞങ്ങൾ നിലപാട് വ്യക്തമാക്കിയതാണ്. ആ സംഭവത്തിൽ DYFI സംഘടനക്ക് യാതൊരു ഉത്തരവാദിത്വവുമില്ല, ഞങ്ങൾക്കൊരു പങ്കുമില്ല. ഇപ്പോൾ നിങ്ങൾ പറയുന്ന വാർത്തകളിൽ DYFIയുടെ ചില പ്രാദേശിക പ്രവർത്തകരുടെ പേരുകൾ പരാമർശിക്കുന്നുണ്ട്. ഞങ്ങളവിടെ അന്വേഷിച്ചപ്പോൾ ആ പേര് പരാമർശിക്കപ്പെട്ട ആളുകൾ ആ സംഭവം നടന്ന സമയത്ത് അവിടെ എത്തപ്പെട്ട ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ നാട്ടിലങ്ങനെ സംഭവം നടന്നാൽ ആളുകൾ ഓടിക്കൂടും. അപ്പം അങ്ങനെ സംഭവം അറിഞ്ഞ് ഓടിക്കൂടിയിട്ടുള്ള ആളുകൾ ആ കൂട്ടത്തിൽ DYFIയുടെ ആളുകളും ഉണ്ടായി എന്നാണിപ്പോൾ മനസ്സിലാക്കുന്നത്. DYFI ഇത്തരം കാര്യങ്ങളെ ഒരു കാരണവശാലും അംഗീകരിക്കുന്ന സംഘടനയല്ല. ഇനിയിപ്പോൾ ഈ ബോംബുണ്ടാക്കിയ സംഘവുമായി ഉത്തരവാദിത്തപ്പെട്ട DYFIയുടെ ആ പ്രദേശത്തെ ആർക്കെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഞങ്ങൾക്കൊരു മടിയുമില്ല. ഇന്നലകളിലും ഞങ്ങൾ ആ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ള വിവരം, അവിടെ അങ്ങനൊരു സംഭവം നടന്നപ്പോൾ ധാരാളം ആളുകൾ അവിടെ എത്തി. ആ കൂട്ടത്തിൽ DYFIയുടെ ആ പ്രദേശത്തെ പ്രാദേശികമായ ചില നേതൃനിലയിൽപ്പെട്ട ആളുകളും എത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ കേസ് വന്നിട്ടുണ്ടാവും എന്നാണ് മനസ്സിലാക്കുന്നത്. ഓടിക്കൂടിയവർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്, രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബോംബ് നിർമ്മാണത്തിനാണ്. അപ്പോൾ അങ്ങനെയാണ് പോലീസിന് വീഴ്ച സംഭവിച്ചു? അല്ല, പോലീസ് അന്വേഷണം നടത്തുകയാണ്. ആ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഇപ്പോൾ പ്രാഥമികമായി ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് പറയുന്നത്. ഇനിയിപ്പോൾ അവർക്കതിനകത്ത് പങ്കുണ്ടെങ്കിൽ അതിനെയൊന്നും ഒരു കാരണവശാലും അംഗീകരിക്കുന്ന നിലപാട് DYFI സ്വീകരിക്കില്ല. പിന്നെ ആ കേസിൽ പെട്ട ആളുകൾ, ഇപ്പം മരണമടഞ്ഞ ആളുൾപ്പെടെ ആ പ്രദേശത്തെ ഇടതുപക്ഷത്തിൻ്റെ DYFIയുടെ ആളുകളുമായി നിരന്തരം സംഘർഷത്തിൽ ഏർപ്പെട്ടവരാണ്. CPMൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗമായ ഒരു സഖാവിൻ്റെ വീട് ആക്രമിച്ച കേസിലെ പ്രതിയായിരുന്നു. CPMൻ്റെ നിരവധി പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ പ്രതികളാണ്. അത് സംബന്ധിച്ച് പോലീസ് കേസുകൾ നിലവിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അവർ നേരത്തെ തന്നെ ആ പ്രദേശത്ത് CPMുമായി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായി അകൽച്ചയിലായിട്ടുള്ള സംഘമാണ്. അതൊക്കെ അവിടെ ഉണ്ടായിട്ടുള്ള ചില ഗ്യാങ് തർക്കങ്ങളും അതുമായി ബന്ധപ്പെട്ട സംഘർഷത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് അവർ ആ വഴിയിലേക്ക് പോയിട്ടുണ്ടാവുക. അപ്പോൾ അതിലൊന്നും DYFIക്ക് ഉത്തരവാദിത്വമില്ല. ഇപ്പോൾ ഇത് ഒരു തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിയിട്ടാണ് വ്യാപകമായ നിലയിൽ DYFI ബോംബുണ്ടാക്കുന്ന സംഘടനയാണ്, CPMന് ഇതിനകത്ത് ബന്ധമുണ്ട് എന്നൊക്കെ പ്രചരിപ്പിക്കുന്നത്. ഇതിന് പിന്നിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ താല്പര്യമുണ്ട്. അതുകൊണ്ട് ആ രാഷ്ട്രീയ താല്പര്യമൊന്നും അധികം ചിലവാകാൻ പോകുന്നില്ല. DYFIക്ക് ഈ കാര്യത്തിനകത്ത് യാതൊരു ബന്ധവുമില്ല. അത് മാത്രമല്ലല്ലോ ഒറ്റ മിനിറ്റ്, ഇതാ സായൂജ് DYFI കടുങ്ങാമ്പൊയിൽ യൂണിറ്റ് 1 സെക്രട്ടറി, അമൽ ബാബു മീത്തലെ കുന്നോട്ടുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി, ഷിജാലാണ് മുഖ്യ സൂത്രധാരൻ എന്ന് പറയുന്നത്, അയാൾ കുന്നോട്ടുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി, പരിക്കേറ്റ അശ്വന്ത് DYFI ഭാരവാഹി, ഇവരൊക്കെ അവിടെ കൂടിക്കൂടിയവരാണെന്നാണോ DYFI പറയുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാനും ആ സംഭവത്തിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ ചോര പുരണ്ടു നിൽക്കുന്ന ആളുകളെ ഹോസ്പിറ്റലിൽ എത്തിക്കാനൊക്കെ ആളുകൾ തയ്യാറാവും. അതിൻ്റെ ഭാഗമായി വന്നവരായിരിക്കാം. ഇനി അങ്ങനെയല്ല, ഈ സംഭവത്തിൽ ആ പ്രദേശത്ത് ഏതെങ്കിലും DYFIയുടെ ആർക്കെങ്കിലും ഉത്തരവാദിത്വമുണ്ടെങ്കിൽ, ആരെങ്കിലും പങ്കാളിയാണ് എന്ന് കൂടുതൽ തെളിവുമായി ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ നടപടിയെടുക്കാൻ ഞങ്ങൾക്കൊരു മടിയുമില്ല. അതാണ് ഞങ്ങൾ പറഞ്ഞത്. ഇതിന് നേതൃത്വം കൊടുത്ത ആളുകൾ അവിടെയുള്ള DYFIയുമായും പ്രാദേശിക പാർട്ടി നേതൃത്വമായും നേരത്തെ തന്നെ പലതരത്തിലും സംഘർഷത്തിൽ ഏർപ്പെട്ടവരാണ്. അതുമായി ബന്ധപ്പെട്ട കേസുകൾ അവരുടെ പേരിലുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് CPMനോ DYFIക്കോ യാതൊരു ബന്ധവുമില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കപ്പെട്ട കാര്യമാണ്. ഈ ആളുകളൊക്കെ തന്നെ ഈ DYFI ഭാരവാഹികൾ തന്നെയാണോ? യൂണിറ്റ് സെക്രട്ടറിമാർ ഉൾപ്പെടെ ഉള്ളവർ തന്നെയാണോ? അത് സ്ഥിരീകരിച്ചിട്ടുണ്ടോ? ഏതാളുകൾ? ഈ അമൽ ബാബു അതിനകത്ത് DYFIയുടെ പ്രാദേശിക ഭാരവാഹികളുണ്ട്. അത് നിങ്ങൾ പറഞ്ഞ എല്ലാ പേരും ഞാൻ പരിശോധിച്ചിട്ടില്ല. 1-2 പേരുകൾ അവിടെ ഈ സംഘർഷം ഈ പ്രശ്നം നടന്ന ഉടൻ തന്നെ അവിടെ എത്തിയ ആളുകളിൽ ഭാരവാഹികളുണ്ട്, ഇല്ലാന്നും പറയുന്നില്ല. യൂണിറ്റ് ഭാരവാഹി തന്നെ, സെക്രട്ടറി തന്നെ, യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി മറ്റുമാണ്. ഏത് രീതിയിലാണ് DYFIയുമായി ഏതെങ്കിലും ബന്ധമുണ്ടോ? ഒളിവിലുള്ള ഞങ്ങൾക്ക് DYFI കണ്ണൂരെ 4088 യൂണിറ്റ് ഉണ്ട്. അപ്പോൾ 4088 യൂണിറ്റ് സെക്രട്ടറിമാരും ഏതായാലും ഇപ്പം ഞങ്ങൾക്ക് ചോദിച്ചാൽ പെട്ടെന്ന് പറയാൻ പറ്റുന്നതല്ല. അത് മനസ്സിലായി. 4088 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും വിപുലമായ സംഘടനാ സംവിധാനമാണ്. അവരെ സംബന്ധിച്ചാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത്. ഏതെങ്കിലും നിലയിൽ ഇതിനകത്ത് അവർ പങ്കാളികളാണെങ്കിൽ സംരക്ഷിക്കില്ല നിലപാടാണ് നമ്മൾ സ്വീകരിക്കുന്നത്. നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു സംഭവിച്ചു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റുന്ന നിലപാടെന്താ? നമ്മളത് ഓൺ ചെയ്താൽ അത് ഞങ്ങളുടെ തട്ടയിൽ കാണാം. ഞങ്ങളത് ഓൺ ചെയ്യുന്നില്ല. ഇതിനെ നമ്മൾ ധാരണമായിട്ട് കാണുകയാണ്. ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ട് എന്ന് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് തെളിയുകയോ ഒക്കെ വന്നാൽ
അവരൊന്നും ഇതിനകത്ത് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ഇതുവരെയുള്ള പോലീസ് അന്വേഷണത്തെ ഏത് രീതിയിലാണ്? അതിലെ സാധാരണഗതിയിൽ നല്ല രീതിയിൽ തന്നെയാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഇനി ഇത് ആര് തന്നെ ചെയ്തതായാലും അതിലെ മുഴുവൻ പ്രതികളും പുറത്തു വരണം. അതിന് പോലീസ് അന്വേഷണം സഹായമാണ്. കണ്ണൂർ ജില്ല കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഒരുതരം അക്രമ സംഭവങ്ങളും ഇല്ലാത്ത നിലയിൽ വളരെ സമാധാനപൂർവ്വം മുന്നോട്ട് പോവുകയാണ്. അത് പൊതുവിൽ ജില്ലയെല്ലാം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിന് ഉതകുന്ന നിലക്കേക്കാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതങ്ങനെ തന്നെ പോകണമെന്നില്ലാണ് നമ്മുടെ അഭിപ്രായം. ഞങ്ങളുടെ നിരവധി പ്രവർത്തകർ അതിക്രൂരമായി കൊലയപ്പെട്ടിട്ടുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ സമാധാനം ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള എല്ലാതരം മുൻകൈയും ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാസർഗോഡ് കാഞ്ഞങ്ങാടാണ് ഔഫ് അബ്ദുറഹ്മാൻ, ലീഗിൻ്റെ ഗുണ്ടാസംഘമാണ് ഔഫിനെ കുത്തിക്കൊന്നത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട 2 സഖാക്കളായിരുന്നു ഇവിടെ തിരുവനന്തപുരം വെമ്പായത്ത് അതിക്രൂരമായി കോൺഗ്രസ് ഗുണ്ടാസംഘം കൊല ചെയ്തത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാവ് ധീരജിനെ കൊല ചെയ്തു. ഇങ്ങനെ നിരവധി സംഭവങ്ങൾ ഏകപക്ഷീയമായി ഞങ്ങൾക്കെതിരെ ഉണ്ടായപ്പോഴും അതിനൊന്നും അതേ നാണയത്തിൽ തിരിച്ചടി കൊടുക്കാനോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംഘർഷത്തിൻ്റെ തുടർച്ച ഉണ്ടാക്കാനോ ഞങ്ങൾ തയ്യാറായിട്ടില്ല. അപ്പം ഞങ്ങൾ ഈ നാടിൻ്റെ സമാധാനം ആഗ്രഹിക്കുന്നവരാണ്. ഇപ്പോൾ ഇവർ ഈ സംഭവത്തെ മുൻനിർത്തി എന്താ പ്രചരിപ്പിക്കുന്നത്? തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടി ബോംബ് കിട്ടിയെന്നാണ്. സാമാന്യ ബോധമുള്ള ആരെങ്കിലും ചിന്തിക്കുമോ? ഇത് ഏത് കാലത്താണ് ഇവർ ഈ പ്രചരണം നടത്തുന്നത്? എവിടെയെങ്കിലും ബോംബുണ്ടാക്കിയിട്ട് 4 ബോംബ് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഈ ജനങ്ങളെല്ലാം ഞങ്ങൾക്ക് വോട്ട് ചെയ്യും എന്ന് വിശ്വസിക്കാൻ മാത്രം അത്രമാത്രം ബുദ്ധിയില്ലാത്തവരാണോ ഈ ഇവിടെ ഉള്ള വോട്ടർമാർ? അപ്പോൾ ഇതൊക്കെ എന്തിനു വേണ്ടിയുള്ള പ്രചരണമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ ഇത് ഈ സംഭവത്തെ മുൻനിർത്തി ഇടതുപക്ഷത്തെ വേട്ടയാടാൻ, DYFIയെ തകർക്കാൻ വലിയ പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വസ്തുതാപരമായി കാര്യങ്ങൾ തിരിച്ചറിയണം എന്നാണ് ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാനുള്ളത്.